വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അബീബിസ് ആണ് മക്കളെ. നമ്മുടെ തേർഡ് യൂണിറ്റിൽ ഇംഗ്ലീഷിന്റെ തേർഡ് യൂണിറ്റ് എംബ്രേസിംഗ് ഡിഫറൻസസ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ യൂണിറ്റിൽ നമുക്ക് 2 പ്രോസും ഒരു പോവുമാണ് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടി പോവമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? യെസ്, ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ 5 മിനിറ്റിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പോം ഫുള്ള് നമുക്ക് ഈ ഒരു ഒറ്റ വീഡിയോയിൽ അടിപൊളിയായിട്ട് പഠിച്ചു തീർക്കാം. സോ എന്തിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഹലോ അമ്മ വീൽ ചെയർ എന്ന് പറയുന്ന ഈ ഒരു പോത്തിൽ പറയുന്നത്? നമുക്ക് പല സാധനങ്ങളോടും ഒരു ഇൻറ്റിമസി തോന്നാം അല്ലേ. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ വാച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഫോണ്, നമ്മുടെ സൈക്കിള്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പ്, ഒന്നല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ചായക്കപ്പായിരിക്കും. നമുക്കത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കപ്പായിരിക്കും. നമുക്ക് അതിൽ ചായ കുടിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളോട് നമുക്കൊരു ഇൻറ്റിമസി, ഒരു അടുപ്പം തോന്നുന്നത് സ്വാഭാവികമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചറിൽ എസിൻ്റെ കുട്ടികൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇതിൽ നോട്ടീസ് ചെയ്യുന്നത് എന്തായിരിക്കും നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ടാവുക? യെസ്, ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ മിസ്സും ആദ്യം നോക്കിയത് വീൽ ചെയറിൽ ഒരു കുട്ടി ഇരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ആ ഒരു വീൽ ചെയറിലേക്കാണ് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. അപ്പോൾ ഇതുപോലെ റിയൽ ലൈഫിൽ ഒരാളെ നമ്മൾ കണ്ടാൽ, നമ്മൾ നടന്നു പോകുന്ന വഴിയോ സ്കൂളിൽ പോകുന്ന വഴിയോ ഒക്കെ വീൽ ചെയറിൽ ഇതുപോലെ ഒരാൾ വരുന്നത് കണ്ടാൽ നമ്മൾ പെട്ടെന്ന് നോക്കുന്നത് എന്താ? ആ വീൽ ചെയർ ആണ് അല്ലേ. സോ ഇവിടെ പറയുന്നത്, ഈ കവിതയിൽ പറയുന്നത്, നമ്മുടെ ആ ഒരു ചിന്ത അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ആ ഒരു തോട്ട് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹലോ, ഐ ആം എ വീൽ ചെയർ ആൻഡ് മൈ നെയിം ഈസ് ബക്കി. അറ്റ് ലീസ്റ്റ് ദാറ്റ്സ് ദ നെയിം ഓഫ് ദ ഗേൾ ഹു സ്റ്റിയേഴ്സ് മീ. എന്താ പറയുന്നത്? ഹലോ, ഐ ആം എ വീൽ ചെയർ. ഇവിടെ വീൽ ചെയർ ആണ് സംസാരിക്കുന്നത് അല്ലേ. ഞാനൊരു വീൽ ചെയർ ആണ്, എൻ്റെ പേര് ബക്കി എന്നാണ്. അറ്റ് ലീസ്റ്റ് ദാറ്റ്സ് ദ നെയിം ഓഫ് ദ ഗേൾ ഹു സ്റ്റിയേഴ്സ് മീ. എൻ്റെ പേരതല്ലെങ്കിലും എന്നെ ഓടിക്കുന്ന അല്ലെങ്കിൽ ഈ വീൽ ചെയർ ഓടിച്ചു കൊണ്ട് പോകുന്ന പെൺകുട്ടിയുടെ പേര് ബക്കി എന്നാണ് അല്ലെ. വീൽ ചെയർ പറയാണ്, ഹലോ, ഞാനൊരു വീൽ ചെയർ ആണ്, എൻ്റെ പേര് ബക്കി. എൻ്റെ പേരല്ലാന്നുണ്ടെങ്കിലും എന്നെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഈ പെൺകുട്ടിയില്ലേ, ഈ പെൺകുട്ടിയുടെ പേരാണ് ബക്കി അല്ലെ. എന്നിട്ട് വീൽ ചെയർ എന്താ പറയുന്നത്? As she wheels me down the street, she dreams of standing on her feet. The look on her face you don't see, you're too busy looking at me. എന്താ പറയുന്നത്? As she wheels me down the street, എന്നതാ ഈ വീൽ ചെയറിൽ ഈ ഒരു തെരുവ് വീതിയിൽ കൂടെ അവൾ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ ആ കുട്ടി ഡ്രീം ചെയ്യുന്നത് എന്താ? സ്വപ്നം കാണുന്നത് എന്താ? നിങ്ങളെ പോലെ തന്നെ ഈ തെരുവ് വീതികളിലൂടെ സ്വന്തം കാലിൽ എണ്ണീറ്റ് നിൽക്കാൻ, സ്വന്തം കാലിൽ നടന്നു പോകാനാണ് ആ കുട്ടി സ്വപ്നം കാണുന്നത്. ആ കുട്ടി കാര്യം ശരിയാണ്, വീൽ ചെയറിലാണ് ഇതിലും വഴി പോകുന്നതെന്നുണ്ടെങ്കിലും ആ കുട്ടിയുടെ ഉള്ളിലെ സ്വപ്നം മുഴുവൻ എന്താണ്? എണ്ണീറ്റ് നിൽക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നടക്കാൻ ഒക്കെയാണ് ആ കുട്ടി സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. The look on her face you don't see, you're too busy looking at me. അല്ലെ, ആ കുട്ടിയുടെ മുഖത്തുള്ള ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം, ആ കുട്ടിയുടെ മുഖത്തുള്ള ആ ഒരു ലുക്ക്, അത് നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യാണ്? you're too busy looking at me. അല്ലെ, നിങ്ങൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിയുടെ മുഖത്ത് എന്താണ്, അവൾ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ എന്താണ്, ഫീലിങ്സ് എന്താണ്, ഇതൊന്നല്ല നിങ്ങൾ നോക്കുന്നത്. നിങ്ങളിത് ആ വീൽ ചെയർ ആയിട്ടുള്ള എന്നെയാണ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ എന്നെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ആ കുട്ടിയുടെ മുഖത്ത് എന്താണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. She gives you a smile so true, but you don't see that, do you? The smile on her face you don't see, you're too busy looking at me. എന്താ പറയുന്നത്? നിങ്ങളെ നോക്കി ആ കുട്ടി ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളത് കാണുന്നുണ്ടോ? ഇല്ല. ആ കുട്ടിയുടെ മുഖത്തുള്ള ആ ചിരി നിങ്ങൾ കാണുന്നില്ല. പകരം നിങ്ങൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വീൽ ചെയർ ആയിട്ടുള്ള എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കുറവുകൾ അല്ലെങ്കിൽ ആ കുട്ടിയുടെ കഷ്ടത നിങ്ങളിതാ കാണുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കുറവായിട്ടുള്ള ഈ വീൽ ചെയറിനെയാണ് നിങ്ങൾ നോക്കുന്നത്. ആ കുട്ടിയെ അല്ല, വീൽ ചെയർ ആയിട്ടുള്ള എന്നിലാണ് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നത് എന്ന് ആര് പറയാണ്? ഈ വീൽ ചെയർ തന്നെ പറയാണ് അല്ലെ. അടുത്ത വരിയിൽ എന്താ പറയുന്നത്? ഹലോ, ഐ ആം എ വീൽ ചെയർ ആൻഡ് ഐ ആം സ്റ്റിയർഡ് ബൈ ബക്കി, a girl who had so much rather be climbing a tall tree. എന്താ പറയുന്നത്? ഞാൻ ഒരു വീൽ ചെയർ ആണ് അല്ലെ, എന്നെ ഓടിച്ചുകൊണ്ട് നടക്കുന്നത് ആരാണ്? ബക്കിയാണ്. ഈ ബക്കി എന്ന് പറയുന്ന കുട്ടി വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അവൾക്ക് ഇഷ്ടമുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു മരത്തിൽ കയറാൻ ആഗ്രഹിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഓടിച്ചാടി നടക്കാൻ ആഗ്രഹിക്കുന്ന, സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഈ പെൺകുട്ടിയാണ്, ഈ ബക്കിയാണ് എന്നെ ഓടിച്ചുകൊണ്ട് നടക്കുന്നത് അല്ലെ. സോ when you meet my best friend, look closer and you will see, without her where would I be?
പാർked in a garage. That's where watching you climb a tree എന്നാ പറയുന്നത്. സോ അടുത്ത തവണ ഇനി നിങ്ങൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണുമ്പോൾ അല്ലെങ്കിൽ വീൽ ചെയറിലുള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ലുക്ക് ക്ലോസർ ആൻഡ് യു വിൽ സീ. നിങ്ങളിതാ എന്നെ അല്ല അല്ലെ, ആ ഒരു വീൽ ചെയറിനെ അല്ല, ആ കുട്ടിയെ അടുത്ത് നോക്കണം. നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും ആ കുട്ടി ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാനില്ല അല്ലെ. ആ വീൽ ചെയർ ആയിട്ടുള്ള എനിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അത് ഓടിച്ചുകൊണ്ട് നടക്കുന്ന ആ കുട്ടിക്കാണ്. ആ കുട്ടി ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എവിടെയായേനെ? വീൽ ചെയറിന് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ആ കുട്ടി ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഗരാജിൽ പൊടി പിടിച്ച് അതാ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഇനി എന്നെയും ആ കുട്ടിയും കാണുമ്പോൾ നിങ്ങൾ എന്നെ അല്ല നോക്കേണ്ടത്, ആ കുട്ടിയെ നോക്കാനാണ് പറയുന്നത്. When you see me and Bucky, there is one thing you don't see. I couldn't move without her any more than she couldn't move without me. സോ ഇനി എപ്പോഴെങ്കിലും എന്നെയും ബെക്കിയും കാണുമ്പോൾ നിങ്ങളിതാ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കാണാതെ പോകുന്ന വേറൊരു കാര്യമുണ്ട്. എനിക്ക് അവളില്ലാണ്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, അവൾക്ക് ഞാൻ ഇല്ലാണ്ട് മൂവ് ചെയ്യാൻ പറ്റാത്തത് പോലെ തന്നെ അവൾക്ക് എനിക്ക് അവളില്ലാണ്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനില്ലെങ്കിൽ ആ കുട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും മൂലിക്ക് പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും. ആ കുട്ടിക്ക് വേണമെങ്കിൽ ഒരു എന്തുപടി ക്ലച്ചസ് വെച്ചിട്ടായാലും നടക്കാം അല്ലെ. അപ്പൊ എനിക്കാണ് അവളെ ആവശ്യം, അവളെ കൊണ്ടുപോകുന്ന ഞാനല്ല, എനിക്കല്ല ഇമ്പോർട്ടൻസ് ഉള്ളത്. ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുക, ആ കുട്ടിയെ നോക്കി ചിരിക്കുക. ഇങ്ങനെ ഒരു കുട്ടിയെ കാണുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വീൽ ചെയറിലേക്ക് നോക്കിയല്ല, ആ കുട്ടിയുടെ പരിമിതികളിലേക്ക് നോക്കുക, അല്ല ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുക. സോ ഇനി ഈ പിക്ചറിൽ ആദ്യത്തെ പിക്ചർ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ വീൽ ചെയർ ആയിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ഈ ഒരു പിക്ചർ അവസാനം കാണുമ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക? താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.